ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സർക്കാർ പദ്ധതികൾ അർഹരായവരിലേക്ക് സമ്പൂർണ്ണമായി എത്തിക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്നൌവിൽ രാഷ്ട്രപ്രേരണ സ്ഥൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. റെയിൽവേ യാത്രക്കൂലി പരിഷ്കരണം ഇന്ന് അർദ്ധരാത്രി മുതൽ. കേരളത്തിൽ നഗരസഭാ അധ്യക്ഷരുടെയും ഉപാധ്യക്ഷരുടെയും തിരഞ്ഞെടുപ്പ് നാളെ. നവി മുംബൈ വിമാനത്താവളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിമാന സർവീസുകൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വീർ ബാൽ ദിവസുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. 20 കുട്ടികളെ ഈ വർഷം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ഭാഷകളിലൊന്നായ സന്താലി ഭാഷയിലുള്ള ഭരണഘടനയുടെ പതിപ്പ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഓൾ ചിക്കി ലിപിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ ലിപിയിലാണ് ഭരണഘടന പുറത്തിറക്കിയത്. ഝാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഒരു വിഭാഗം ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് സന്താലി. മദൻ മോഹൻ മാളവ്യയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ദി കളക്ടഡ് വർക്ക്സ് ഓഫ് മദൻ മോഹൻ മാളവ്യ എന്ന പുസ്തക പരമ്പരയുടെ അവസാന ഭാഗം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. മാളവ്യയുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ചുള്ള അഭൂതപൂർവമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ് 12 വാല്യങ്ങളുള്ള പുസ്തക പരമ്പര. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദേശീയ തലസ്ഥാനത്തെ സ്മാരകമായ സദൈവ് അടലിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. സദ്ഭരണ ദിനമായാണ് ഈ ദിവസം രാഷ്ട്രം ആഘോഷിക്കുന്നത്. സർക്കാർ പദ്ധതികൾ അർഹരായ എല്ലാ ഗുണഭോക്താക്കളിലേക്കും സമ്പൂർണ്ണമായി എത്തിക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലക്നൌവിൽ രാഷ്ട്രപ്രേരണ സ്ഥൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ മോദി. ये राष्ट्र प्रेरणा स्थल हमें संदेश देता है कि हमारा हर कदम, हर पग, हर प्रयास राष्ट्र निर्माण के लिए समर्पित हो. सबका प्रयास ही विकसित भारत के संकल्प को सिद्ध करेगा. मैं लखनऊ को, उत्तर प्रदेश को, पूरे देश को इस आधुनिक प्रेरणा स्थली की बधाई देता हूं. നേതൃത്വ മൂല്യവും ദേശീയ സേവനവും സാംസ്കാരിക ബോധവും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 65 ഏക്കറിൽ ഏകദേശം 230 കോടി രൂപ ചെലവിൽ രാഷ്ട്രപ്രേരണ സ്ഥൽ നിർമ്മിച്ചത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ 65 അടി ഉയരമുള്ള വെങ്കല പ്രതിമകളും ഈ സമുച്ചയത്തിൽ ഉണ്ട്. രാജ്യത്തെ കായികമേളകൾ യുവജനങ്ങളുടെ കഴിവ് വികസിപ്പിക്കുന്നതിനോടൊപ്പം രാഷ്ട്ര നിർമ്മാണത്തിലും നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 സാൻസദ് ഖേൽ മഹോത്സവത്തിന്റെ സമാപന ചടങ്ങിനെ വിർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ CNI സഭയുടെ റിഡംഷൻ കത്തീഡ്രൽ ചർച്ചിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. വത്തിക്കാനിലെ സെയിന്റ് പീറ്റർ ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിരാ കുർബാനയ്ക്കും കാർമ്മികത്വം വഹിച്ചു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ 14 ആദ്യ ക്രിസ്മസ് കൂടിയാണിത്. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് മാർപ്പാപ്പ ആദ്യ ക്രിസ്മസ് പ്രസംഗം നടത്തിയത്. ദുർബലവും താൽക്കാലികവുമായ ഒരിടത്ത് മനുഷ്യരോടൊപ്പം വസിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത് എന്ന് വ്യക്തമാക്കുന്നതിനാണ് യേശുദേവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിനകത്തും പുറത്തും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ചടങ്ങുകളും നടന്നു. കേരളത്തിലെ ജില്ലകളിൽ ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് വിവിധ മേളകളും പുഷ്പോത്സവങ്ങളും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റെയിൽവേ യാത്രക്കൂലി പരിഷ്കരണം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. 215 കിലോമീറ്ററിൽ അധികമുള്ള യാത്രകൾക്ക് ഓർഡിനറി ക്ലാസിൽ കിലോമീറ്ററിന് 1 പൈസ വർദ്ധിക്കും. മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിൽ AC ഇതര ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതമാണ് വർധന. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് നിരക്ക് വർധന ബാധകമല്ല.
നവി മുംബൈ വിമാനത്താവളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിമാന സർവീസുകൾക്ക് തുടക്കമായി. ബംഗളൂരുവിൽ നിന്നുള്ള വിമാനം രാവിലെ 8 വിമാനത്താവളത്തിൽ ഇറങ്ങി. ആചാരപരമായ ജല അഭിവാദ്യം ഉൾപ്പെടെ നൽകിയാണ് വിമാനത്തെ വരവേറ്റത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ ന്യൂഡൽഹിയിൽ ഭീകരവിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ഭീകരതയിൽ നിന്നും ഉയർന്നുവരുന്ന ഭീഷണികളെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 129ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിലുള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. കേരളത്തിൽ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. തിരുവനന്തപുരം നഗരസഭാ മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷിനെയും തൃപ്പൂണിത്തുറയിൽ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി PL ബാബുവിനെയും BJP പ്രഖ്യാപിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ നിജി ജസ്റ്റിനാണ് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി. കേന്ദ്ര സർക്കാരിന്റെ വികസന സംരംഭങ്ങളും ഭരണപരിഷ്കരണങ്ങളും ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഗ്വാളിയറിൽ സംഘടിപ്പിച്ച അഭ്യുദയ മധ്യപ്രദേശ് വളർച്ചാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. इस देश को आने वाले दिनों में नए क्षेत्रों में ग्लोबल लीडर बनने का मौका मिलेगा. हमारा फॉरेक्स रिजर्व $700 बिलियन के रिकॉर्ड स्तर को पार कर गया है. हमने सेमीकंडक्टर इंडस्ट्री में धमाकेदार एंट्री की है और देखते देखते सेमीकंडक्टर क्षेत्र में हम न केवल आत्मनिर्भर बनेंगे, हम इसका निर्यात भी करने की शुरुआत कर देंगे. ഒഡീഷയിലെ കന്ധമാലിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഗണേഷ് ഉയിക്കെ ഉൾപ്പെടെ 6 നക്സലൈറ്റുകളെ സുരക്ഷാസേന വധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അടുത്ത വർഷം മാർച്ച് 31 മുൻപ് രാജ്യത്തുനിന്നും നക്സലിസം തുടച്ചു നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി ഘോഷയാത്ര നാളെ ശബരിമല സന്നിധാനത്തെത്തും. 27-നാണ് മണ്ഡലപൂജ. ഇന്ന് മാത്രം ഇതുവരെ വെർച്വൽ ക്യൂ വഴി 67,000 തീർത്ഥാടകർ ദർശനം നടത്തി. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായരുടെ 1ാം ചരമവാർഷിക ദിനമായ ഇന്ന് തിരൂർ തുഞ്ചൻ പറമ്പിൽ MT ഓർമ്മ എന്ന പേരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം KC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സദ്ഭരണം എന്നത് പൌരകേന്ദ്രീകൃതവും സുതാര്യവുമായ ദൈനംദിന ഭരണ ഉത്തരവാദിത്വമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ സദ്ഭരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ക്വത്ര ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറുമായി ചർച്ച നടത്തി. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പൊതുലക്ഷ്യങ്ങളെക്കുറിച്ചായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വസതിയിൽ നടന്ന ചർച്ച. 1 ലക്ഷം രൂപ പിന്നിട്ട സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 240 രൂപ വർദ്ധിച്ച് സർവ്വകാല റെക്കോർഡിലെത്തി. 1,02,120 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 3ാം മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് പോരാട്ടം. 17 വർഷം മുൻപ് ബ്രിട്ടനിലേക്ക് പലായനം ചെയ്ത ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ താൽക്കാലിക അധ്യക്ഷനും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെ മകനുമായ താരിഖ് റഹ്മാൻ ധാക്കയിലേക്ക് തിരിച്ചെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സർക്കാർ പദ്ധതികൾ അർഹരായവരിലേക്ക് സമ്പൂർണ്ണമായി എത്തിക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്നൌവിൽ രാഷ്ട്രപ്രേരണാ സ്ഥൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. റെയിൽവേ യാത്രാക്കൂലി പരിഷ്കരണം ഇന്ന് അർദ്ധരാത്രി മുതൽ. കേരളത്തിൽ നഗരസഭാ അധ്യക്ഷരുടെയും ഉപാധ്യക്ഷരുടെയും തിരഞ്ഞെടുപ്പ് നാളെ. നവി മുംബൈ വിമാനത്താവളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിമാന സർവീസുകൾ തുടക്കമായി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.